വെൽക്കം ടു ഫോർസൈറ്റ് മോണോഗ്രാഫ് യൂട്യൂബ് ചാനൽ. ത്രില്ലിങ്ങും സസ്പെൻസും മിസ്റ്ററിയും നിറഞ്ഞ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു കുഞ്ഞു ചാനലാണിത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അരുണാചലിൽ 3 മലയാളികളെ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരായിരുന്ന ഡോക്ടർ നവീൻ തോമസും ദേവിയും ഇവരുടെ സുഹൃത്ത് അധ്യാപിക ആര്യയുമായിരുന്നു ആ 3 പേർ. അന്വേഷണത്തിൽ നവീൻ ദേവിയെയും ആര്യയെയും ബ്ലേഡ് വെച്ച് മുറിവുണ്ടാക്കി കൊന്നതിനു ശേഷം ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇവർ ഇത്തരത്തിൽ മരിക്കാൻ എന്തായിരിക്കും കാരണമെന്ന തിരച്ചിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് നിരവധി ദുരൂഹതകളിലേക്കാണ്. ആയുർവേദ ഡോക്ടർമാരായ നവീനും ദേവിയും പ്രണയിച്ച് വിവാഹിതരായവരാണ്. മക്കൾ വേണ്ട എന്നായിരുന്നു തീരുമാനം. ഡോക്ടർമാരായിരുന്നുവെങ്കിലും കേക്ക് നിർമ്മാണത്തിലായിരുന്നു നവീന് താല്പര്യം. നവീനും ദേവിയും നവീന്റെ വീട്ടിൽ മാതാപിതാക്കളോടൊപ്പമായിരുന്നില്ല താമസിച്ചിരുന്നത്. അവർ രണ്ടുപേരും മറ്റൊരു വീട്ടിൽ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ബിസിനസിന് സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ ദേവി ജർമ്മൻ ഭാഷ പഠിപ്പിക്കുവാനായി പോയി. അവിടെ വെച്ച് ആര്യയെ പരിചയപ്പെട്ടു. അങ്ങനെ അവർ സുഹൃത്തുക്കളായി. ആര്യയുടെ വിവാഹം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർ മൂവരും അരുണാചലിൽ മരണപ്പെടുന്നത്. വളരെയധികം ദുരൂഹതകൾ. ബ്ലാക്ക് മാജിക്കും സാത്താൻ സേവയും തുടങ്ങി അന്യഗ്രഹ ജീവികൾ വരെ ഈ മരണത്തിന് പിന്നിലെന്ന തരത്തിൽ വാർത്തകൾ വരാൻ തുടങ്ങി. അതിനു കാരണം മരണത്തിന്റെ രീതിയും അവർ അതിനായി തിരഞ്ഞെടുത്ത ദിവസം, സ്ഥലം തുടങ്ങി എല്ലാം തന്നെ കണക്കാക്കപ്പെട്ടു. എന്നാൽ ഇതിൽ പ്രധാനമായി ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് കൊല്ലപ്പെട്ട ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ച ഒരു PDF ആണ്. 466 പേജുകളുള്ള ദ മിതി ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റ് ലഭിച്ചതു മുതൽ ഈ മരണം അന്യഗ്രഹ ജീവികൾ അഥവാ ഏലിയൻസുമായി ബന്ധപ്പെട്ടതാണെന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ വഴിയൊരുക്കി. ആരാണ് മിതി? എന്താണ് മിതി ഡോക്യുമെന്റ്? എന്താണ് മിതിയും മരണപ്പെട്ടവരും തമ്മിലുള്ള ബന്ധം? ഇതെല്ലാം നമ്മൾ മലയാളികൾ തിരയാൻ തുടങ്ങി. അങ്ങനെ തിരഞ്ഞുപോയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. ആദ്യമായി എന്താണ് മിതി ഡോക്യുമെന്റ് എന്ന് നോക്കാം. 466 പേജുകളുള്ള ഒരു ബുക്കാണ് മിതി ഡോക്യുമെന്റ്. ആൻസേഴ്സ് ഓഫ് ആൻ ഏലിയൻ ഫ്രം ആൻഡ്രോമെഡ ഗാലക്സി എന്നാണ് ഈ ബുക്കിന്റെ ആമുഖം. അതായത് നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന മിൽക്കി വേ ഗാലക്സിയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഗാലക്സിയാണ് ആൻഡ്രോമെഡ. ഈ ഗാലക്സിയിൽ നിന്നും ഭൂമി സന്ദർശിക്കാൻ വന്ന ഒരു ഏലിയനാണ് മിതി. ഈ മിതിയെ ആദ്യമായി കാണുന്നത് ഒരു രാത്രിയിൽ ഒരു കടൽ തീരത്ത് വെച്ചാണ്. ഒരു അന്യഗ്രഹ ജീവിയാണെന്ന് അറിയാതെയാണത്രേ മിതിയും മനുഷ്യനും തമ്മിൽ സംസാരം തുടങ്ങിയത്. പിന്നീട് സംസാരം തുടർന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി താൻ സംസാരിക്കുന്നത് ഭൂമിക്ക് പുറത്തു നിന്നുള്ള ഒരാളോടാണ് എന്ന്. ആദ്യം സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഉത്തരം ലഭിച്ചതും ലഭിക്കാത്തതുമായ ഈ പ്രപഞ്ചത്തിലെ സകലതിനെ കുറിച്ചുമുള്ള ചോദ്യോത്തരങ്ങളായി ആ സംഭാഷണം മാറി. അതായത് മനുഷ്യർ ചോദ്യങ്ങൾ ചോദിക്കും, അന്യഗ്രഹ ജീവിയായ മിതി ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകും. ടൈം ട്രാവൽ, അന്യഗ്രഹ ജീവികൾ, അവരുടെ ജീവിതം, ഭൂമിയുടെ നിലനിൽപ്പ്, നാസ, ഏലിയൻ ഭാഷ, ദൈവം, മരുന്ന്, ലോകാവസാനം, ശാസ്ത്രത്തിലെ കണ്ടെത്തിയതും കണ്ടെത്തപ്പെടാത്തതുമായ വിഷയങ്ങൾ, അങ്ങനെ സകലതിനെ കുറിച്ചും ഈ മിതിയോട് ഒരു കൂട്ടം ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. മിതി അതിനെല്ലാം ഉത്തരങ്ങൾ നൽകുന്നു. മനുഷ്യരെങ്ങനെ ഉണ്ടായി എന്നും ഭൂമിയുടെ പരിണാമം, നിലനിൽപ്പ് എന്നിവയെക്കുറിച്ചുമുള്ള ചർച്ചകളൊക്കെ ഈ മിതി ഡോക്യുമെന്റിൽ നമുക്ക് കാണാം. അതുപോലെ 58ഓളം ഏലിയൻ കമ്മ്യൂണിറ്റീസ് ഈ ഭൂമിയെ പല തവണകളായി സന്ദർശിച്ചിട്ടുണ്ടെന്നും ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതല്ല, മറിച്ച് ദിനോസറുകളെ ഈ ഏലിയൻസ് അവരുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോയതാണെന്നും ഈ മിതി പറയുന്നു. കൂടാതെ ഭാവിയിൽ മനുഷ്യരെയും തങ്ങളുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുമൊക്കെ ഈ ഡോക്യുമെന്റിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതി കാണിച്ചുകൊണ്ടും ഒരാൾ വോയിസ് ഓവർ നൽകിക്കൊണ്ടുമുള്ള വീഡിയോകൾ അറ്റ്ലാന്റിക്കോ BR എന്ന യൂട്യൂബ് ചാനലിൽ 13 വർഷങ്ങൾക്ക് മുൻപ് അപ്ലോഡ് ചെയ്യപ്പെടാൻ തുടങ്ങി. ഫസ്റ്റ് എൻകൗണ്ടർ വീഡിയോ 1 സെപ്റ്റംബർ 10, 2010 എന്ന തീയതിയോടെയാണ് വീഡിയോസ് തുടങ്ങുന്നത്. ഇത്തരത്തിൽ 167ഓളം വീഡിയോസ്. ഒരു വർഷം മുൻപ് വരെ അവർ വീഡിയോസ് ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ യൂട്യൂബ് ചാനലിൽ തന്നെ അവരുടെ വെബ്സൈറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളും അവർക്ക് ഡൊണേഷൻ നൽകിയവരെ കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം ഉണ്ട്. ഇതിൽ ഒരു മൊട്ടത്തലയും വലിയ കണ്ണുകളുമുള്ള കറുത്ത ടീഷർട്ടും ടൈപ്സും ധരിച്ച ഒരു മനുഷ്യനോട് സാദൃശ്യമുള്ളയാളാണ് മിതി എന്ന് കാണാൻ സാധിക്കും. ഈ ഏലിയനെ ഭാവിയിൽ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ ഇത് മിതിയാണ് എന്ന് മനസ്സിലാക്കാനാണത്രേ അവർ ഈ രൂപരേഖ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയോ അവകാശവാദങ്ങൾ മാത്രമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. തങ്ങൾ അന്യഗ്രഹ ജീവികളുമായി സംവാദം നടത്തിയിട്ടുണ്ട് എന്ന് അവർ വാക്കുകൾ കൊണ്ട് പറയുന്നതല്ലാതെ ഇതിന് യാതൊരു വിധത്തിലുമുള്ള തെളിവുകളോ മറ്റ് രേഖകളോ ഒന്നും തന്നെ ഇല്ല. ഈ വീഡിയോകളുടെ ട്രാൻസ്ക്രിപ്റ്റ് ആണ് മിതി ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റിന്റെ PDF ആണ് മരണപ്പെട്ട ആര്യയുടെ ലാപ്ടോപ്പിൽ ഉള്ളത്.
കൂടാതെ ഈ മരണപ്പെട്ടവരുടെ സെർച്ച് ഹിസ്റ്ററി എല്ലാം തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചുമെല്ലാമാണ്. ഈ മിതി വെബ്സൈറ്റിലേക്ക് 2016 ഏപ്രിൽ 12 നവീൻ തോമസ് സംഭാവന നൽകിയതായി കാണാം. ഇതിൽ നിന്നെല്ലാം നവീൻ തോമസ് ഈ ഏലിയൻസിലും മരണാനന്തര ജീവിതത്തിലും അന്യഗ്രഹങ്ങളിൽ മരണാനന്തരം ജീവിക്കാൻ കഴിയുമെന്ന സാധ്യതകളിലുമൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാം. വിശ്വാസം കൂടിയപ്പോൾ ഭാര്യയെയും സുഹൃത്തിനെയും അയാൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവാം. ഇത്തരം വിശ്വാസങ്ങളിൽപ്പെട്ട് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയോ ഇതാണ് ശരിയെന്ന് വിശ്വസിച്ച് മരണത്തിന്റെ വഴി തിരഞ്ഞെടുത്തതോ അല്ലെങ്കിൽ ഒരു പരകായ പ്രവേശം ചെയ്ത് അന്യഗ്രഹത്തിലേക്ക് പോയതോ ആകാം. എന്തുതന്നെ ആയാലും തെളിവില്ലാത്തിടത്തോളം കാലം ഏലിയൻസും ഇത്തരം വിശ്വാസങ്ങളും കെട്ടുകഥകളായും മണ്ടത്തരങ്ങളായും തുടരും. ഒരാളുടെ സെർച്ച് ഹിസ്റ്ററിയിൽ ഏലിയൻസ് വന്നതുകൊണ്ടോ അയാൾ ഇത്തരം കാര്യങ്ങളിൽ ആകൃഷ്ടനായതുകൊണ്ടോ അയാളുടെ മരണത്തിന് ഇതുമായി ബന്ധമുണ്ടെന്ന് തീർത്തു പറഞ്ഞ് ഈ കേസ് ക്ലോസ് ചെയ്യാൻ ആവില്ല. ഒരുപക്ഷെ ഇതും ഒരു കാരണമാവാം. അല്ലെങ്കിൽ ഈ മരണങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടാകാം. അത് കാലം തെളിയിക്കും.